നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പോഴുള്ളത് പാലക്കാടാണ്. പാലക്കാട് ജില്ലയിൽ പറളി എന്ന ഒരു അതിമനോഹരമായ ദേശത്ത്. ഇവിടെ എത്തുമ്പോൾ ഏകദേശം 1941 സ്ഥാപിതമായിട്ടുള്ള ഒരു ആയുർവേദ കേന്ദ്രമുണ്ട്. പാരമ്പര്യ വൈദ്യവും അതുപോലെ തന്നെ നാട്ടുവൈദ്യമൊക്കെയായി തുടങ്ങി ഇപ്പോൾ അതൊരു പടർന്നു പന്തലിച്ച് വലിയൊരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. ആയിരക്കണക്കിന് രോഗികൾക്ക് അല്ലെങ്കിൽ 10,000-കണക്കിന് രോഗികൾക്ക് ഈ ഒരു സ്ഥാപനം ഒരു ആശ്രമമായി മാറിയിട്ടുണ്ട്. ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഫിസിഷ്യൻ കൂടിയായിട്ടുള്ള ഡോക്ടർ ദിവ്യ CS ആണ് വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി. ആയുർമിത്ര ഹീലിംഗ് ക്ലിനിക്കിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകതകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി, തീർച്ചയായിട്ടും ഈ ഒരു സെൻറ്ററിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണിത്. സാധാരണയായി ആയുർവേദ ഹോസ്പിറ്റലിൽ കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ് അല്ല ഈ ഒരു സെൻറ്ററിൽ കിട്ടുന്നത്. തീർച്ചയായിട്ടും അതിനെ ആദ്യം തന്നെ നമുക്ക് ഇവരോട് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് കിടക്കാം. വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം ഡോക്ടർ ദിവ്യ CS അവരുടെ വിരുന്നിലേക്ക്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഞാൻ ഡോക്ടർ ദിവ്യ CS, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് ഫിസിഷ്യൻ ഓഫ് ആയുർമിത്ര ഹീലിംഗ് ക്ലിനിക്. ഇതിൻ്റെ ഒരു തുടക്ക കാലഘട്ടം 1941 സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ താങ്കൾ പറഞ്ഞു കേട്ടുള്ള അറിവുകൾ എങ്ങനെയായിരുന്നു? ഇതിന്റെ ആദ്യകാല ചികിത്സകൾ അല്ലെങ്കിൽ ആദ്യകാല ഓർമ്മകൾ, താങ്കൾക്ക് കേട്ടറിവുകൾ എന്തൊക്കെയാണ്? ഇത് എൻ്റെ ഹസ്ബൻഡായ ഡോക്ടർ മനുവിൻ്റെ തറവാട്ടിൽ നിന്നുള്ളൊരു ഇതാണ്. നമ്മുടെ വൈദ്യ കുടുംബമാണിത്. ഇത് 4th ജനറേഷനിലാണ് ഹസ്ബൻഡ് ഡോക്ടർ മനു വരുന്നത്. ആദ്യം തുടങ്ങിയത് വെള്ളവൈദ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് ഹസ്ബൻഡിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വെള്ളവൈദ്യൻ. അത് കഴിഞ്ഞതിന് ശേഷം 1941 മാധവൻ വൈദ്യർ, അതായത് ഡോക്ടർ മനുവിന്റെ ഗ്രാൻഡ് ഫാദർ തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇത്. കടവത്ത് പറളിയിൽ ഒരു ചെറിയൊരു മരുന്ന് കടയും അതേപോലെ തന്നെ ചികിത്സകളുമായിട്ടാണ് അവിടെ വെച്ചത്. ഒരുവിധം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മനുഷ്യന്മാരെ മാത്രമല്ല, വീട്ടിലുള്ള ഡൊമസ്റ്റിക് ആനിമൽസ്, അതായത് പശുക്കളെ, ആടുകളെ, അതിലൊക്കെ നമ്മൾ ആയുർവേദ മരുന്ന് ചികിത്സിച്ചിരുന്ന ഒരു വൈദ്യനായിരുന്നു ഡോക്ടർ മാധവൻ വൈദ്യർ. അത് കഴിഞ്ഞ് സമാജത്തിൽ നിന്നും, കേരള ആയുർവേദ സമാജത്തിൽ നിന്നും പഠിച്ചതാണ് ഡോക്ടർ നാരായണൻകുട്ടി, ഡോക്ടർ മാധവൻ വൈദ്യരുടെ മകൻ. അതിനുശേഷം അവർ കുറച്ചും കൂടി ക്ലിനിക് എന്ന ഒരു രീതിയിലേക്ക് കുറച്ച് പുതിയ മോഡേൺ ആയിട്ടുള്ള എല്ലാ എക്സാമിനേഷൻസും അതേപോലെ ചികിത്സാ രീതികളും ഒക്കെ ആയിട്ട്, പണ്ട് നമ്മൾ വെട്ടുമരുന്ന് മാത്രം കൊടുത്ത് കഷായം ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതിയിൽ നിന്ന് പിന്നെ കുപ്പി കഷായങ്ങളും ഗുളികകളും ഒക്കെ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകുന്നു. പിന്നെ ചികിത്സകളും ചെറുതായിട്ട് തുടങ്ങി ഒരു OPD ലെവലിൽ പേഷ്യൻസ് വന്ന് ചികിത്സിക്കുന്ന ഒരു രീതിയിലേക്കാണ് പിന്നെ പോയത്. അത് കഴിഞ്ഞ് 2016 ഡോക്ടർ മനു ഞാനും കൂടിയിട്ട്, നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ആയുർമിത്ര ഹീലിംഗ് ക്ലിനിക്. KV മാധവൻ ആൻഡ് സൺസ് ആയുർമിത്ര ഹീലിംഗ് ക്ലിനിക് എന്നാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. 4ാമത്തെ തലമുറയാണ് ഇപ്പോൾ ആയുർമിത്ര മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അന്നത്തെ ആ കാലങ്ങളും ആ ഒരു സാഹചര്യങ്ങളും മാറി, ചികിത്സാ രീതികളും മാറി. ഇപ്പോൾ നമ്മുടെ സെന്ററിലേക്ക് എത്തുമ്പോൾ പ്രധാനമായിട്ടും ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ താങ്കളെ അല്ലെങ്കിൽ മനു ഡോക്ടറിനെ തേടിയെത്തുന്ന രോഗികൾ അധികവും ഏതൊക്കെ ചികിത്സാർത്ഥമാണ് മെയിനായിട്ടും എത്തുന്നത്? ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകളാണ് നമ്മുടെ സെന്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ആയുർമിത്രയിൽ മിക്കവാറും എത്തുന്നത് ഒരു വാദവ്യാധികളാണ് കൂടുതലായിട്ട്. ആർത്രൈറ്റിസ് എന്നുള്ള പോലുള്ള ചികിത്സകളാണ് കൂടുതലായിട്ട്. ഡോക്ടർ മനു കായ ചികിത്സ എന്ന വിഭാഗം, നമ്മൾ മോഡേണിൽ പറയുകയാണെങ്കിൽ ജനറൽ മെഡിസിൻ എന്നുള്ള വിഭാഗത്തിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിരിക്കുന്നത്, MD ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർത്രൈറ്റിസ് പിന്നെ സ്കിൻ ഡിസീസസ് ഒക്കെയാണ്, ത്വക്ക് രോഗങ്ങൾക്കൊക്കെയാണ് കൂടുതലായിട്ടും ആൾക്കാർ ഇവിടെ വരാറ്. പിന്നെ നമുക്ക് എല്ലാ വിഭാഗങ്ങളും എല്ലാ സ്പെഷ്യാലിറ്റിയിലും OPD ഇവിടെ അവൈലബിൾ ആണ്. ഗൈനക്കോളജിയാണ് എൻ്റെ സ്പെഷ്യാലിറ്റി, അതായത് പ്രസൂതി തന്ത്ര സ്ത്രീരോഗം എന്നാണ് നമ്മുടെ ആയുർവേദത്തിൽ എൻ്റെ സ്പെഷ്യാലിറ്റി. MS ആണ് സ്പെഷ്യാലിറ്റി. അപ്പോൾ അതിൽ നമുക്ക് മോസ്റ്റ്ലി കിട്ടുന്ന കേസുകൾ പോളിസിസ്റ്റിക് ഓവറീസ്, അതേപോലെ കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ്സിന് എത്താറുണ്ട്. പിന്നെ ഇതേപോലെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉണ്ട്, അതായത് ഒബേസിറ്റി, പിന്നെ ഡയബറ്റീസ്, അങ്ങനെയുള്ള
കുറേ അസുഖങ്ങൾക്കാണ് ഇവിടെ ആൾക്കാർ മെയിനായിട്ട് വരാറ്. പിന്നെ അല്ലാതെ തന്നെ നമുക്ക് മാസത്തിൽ 2 തവണ 2 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളുണ്ട്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന 2 ഡോക്ടേഴ്സ് ഇവിടെ മാസത്തിൽ 2 പ്രാവശ്യമായിട്ട് വരുന്നുണ്ട്. അത് ഒരു പൈൽസ് ക്ലിനിക് ഉണ്ട് നമുക്ക് എവറി സെക്കൻഡ് സാറ്റർഡേ. പിന്നെ അതേപോലെ സെക്കൻഡ് ട്യൂസ്ഡേയ്സ് IND ശാലാക്കി ചികിത്സയിലും ഇവിടെ സ്പെഷ്യാലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ചികിത്സകളും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ മോസ്റ്റ്ലി നമ്മൾ പഥ്യത്തിനും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. പൈപ്പി ആയിട്ട് താമസിച്ച് ചികിത്സിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ തന്നെ ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണങ്ങളാണ്. പിന്നെ ആ ഒരു 1-2 ആഴ്ച നിൽക്കുമ്പോൾ തന്നെ അവർക്ക് ഒരുവിധം പഥ്യത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ മനസ്സിലാവും. അപ്പോൾ ചികിത്സകൾ കുറച്ചും കൂടി അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഡോക്ടർ, അതുപോലെ ഈ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ് അത് ഇപ്പോൾ ആയുർവേദ മേഖലയിൽ എല്ലാവരും അതിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള കെമിക്കലുകളുടെ പുറകെ പോകാതെ ആയുർവേദ പ്രൊഡക്റ്റുകളുടെ കൂടെയാണ് ഇപ്പോൾ ജനങ്ങൾ അധികമുള്ളത്. അതിൻ്റെ ഒരു ചികിത്സ ഇവിടെ വളരെ സക്സസ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെയാണ് ആ ഒരു മേഖലയിൽ കൂടി നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്? ഇവിടെ നമുക്ക് ആയുർവേദയിൽ ഒരു ബ്യൂട്ടി ക്ലിനിക് ഉണ്ട്, കോസ്മെറ്റിക് ക്ലിനിക് ഉണ്ട്. നമ്മുടെ ഇവിടെ തന്നെ അതിനുവേണ്ടി കോസ്മെറ്റിക് ഒരു റൂം തന്നെ ഉണ്ട് നമുക്ക് എല്ലാ ട്രീറ്റ്മെന്റ്സും കൊടുക്കാനായിട്ട്. നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ്. കുറേയൊക്കെ പ്രൊഡക്ട്സ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേയൊക്കെ സ്കിൻ ഡിസീസസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഹാര രീതിയും ലൈഫ് സ്റ്റൈലും ഒക്കെ കാരണം തന്നെയാണ്. അപ്പോൾ കുറേയൊക്കെ നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത്, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഹെൽത്തൊക്കെയാണ് നമ്മുടെ സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങളും കൂടി നമ്മൾ എക്സ്റ്റേണൽ സർവീസസിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ കൂടെ നമ്മൾ ആഹാരത്തിനെ പറ്റിയിട്ടും നമ്മൾ ഉറക്കത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പേഷ്യൻസിന് കൗൺസിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് കുറച്ചും കൂടി റിസൾട്ട്സ് കൂടുതലാണ്. പോരാത്തതിന് ഇപ്പോൾ IPD ആയിട്ട് താമസിച്ചിരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കൂടെ ഇരിക്കുന്ന ബൈസ്റ്റാൻഡർക്കും ഇതേപോലെയുള്ള ബ്യൂട്ടി ഫെസിലിറ്റീസ് എല്ലാം അവൈൽ ചെയ്യാൻ പറ്റും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മേഖലയിൽ വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനം, അതിൻ്റെ ഒരു നേതൃത്വം തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രേക്ഷകരോടായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ആയുർവേദം അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ പ്രസക്തി തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആയുർവേദം, അല്ലെങ്കിൽ ആയുർവേദം കൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന, നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന എന്തൊക്കെ തരം പ്രശ്നങ്ങൾക്കും അതിനൊരു പ്രതിവിധി ആയുർവേദത്തിലുണ്ട്. എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ ആയുർവേദത്തിൻ്റെ പ്രസക്തി? ആയുർവേദം എന്ന് പറയുന്ന ഒരു ശാസ്ത്രം വളരെ ഏജ് ഓൾഡാണ്. 5000 വർഷത്തിന് മുമ്പ് പഴക്കമുള്ളതാണെങ്കിൽ കൂടി ശരിക്കുള്ള ബേസിക് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത് വെച്ചാൽ സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം ആതുരസ്യ വികാര പ്രശമനം എന്നാണ് പറയുന്നത്. സ്വസ്ഥൻ എന്ന് പറയുന്നത് അസുഖമില്ലാത്ത ഒരാളാണ്. ഒരു അസുഖവും ഇല്ലാത്ത ആൾക്കാർക്കും ആയുർവേദം ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി, ഇപ്പോൾ നമുക്കറിയാം കൊറോണയൊക്കെ വന്ന് പോയ സമയമാണ്. അപ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റിയുടെ കുറവ് കാരണം പലരും അതൊന്ന് കുറേ സഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും, അതായത് നമുക്ക് സീസൺസ് മാറുന്നതിനനുസരിച്ച്, ഓരോ ഋതുക്കൾ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല ദോഷങ്ങൾക്കും ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ട് ജലദോഷം, പനി, അങ്ങനെയുള്ള നീർക്കെട്ടുകൾ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു അസുഖം ഇല്ലാത്ത ആൾക്കാർക്കും ആയുർവേദം ഉപയോഗിച്ചിട്ട് നമുക്ക് സ്വസ്ഥനായിട്ട് സന്തോഷമായിട്ടും ഹെൽത്തി ആയിട്ടും നമുക്ക് ജീവിക്കാം. പിന്നെ അത് പോരാത്തതിന് അസുഖമുള്ള ആൾക്കാർക്ക് അതിനുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ്, പഞ്ചകർമ്മ ചികിത്സകളൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാ പഞ്ചകർമ്മ ചികിത്സയും എല്ലാവർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനും ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. എല്ലാവർക്കും അത് കേപ്പബിലിറ്റീസ് ഉണ്ടാവില്ല. അവരുടെ സ്ട്രെങ്ത്തും ഒക്കെ അനുസരിച്ചിട്ട് ശരിക്കും നമ്മൾ പേഷ്യൻറ്റിനെ നന്നായി പരിശോധിച്ചതിന് ശേഷമാണ് ചികിത്സകളൊക്കെ നിശ്ചയിക്കുക. അപ്പോൾ പഞ്ചകർമ്മ ചികിത്സകളെല്ലാം എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സ എല്ലാ സീസണിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഹെൽത്ത് നിലനിർത്താനും പറ്റും. ഡോക്ടർ, അതുപോലെ നമ്മൾ ആയുർവേദത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ പലരുടെയും ഒരു ചിന്ത, ഇതിനകത്ത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു രോഗത്തിന് കാലതാമസം എടുക്കും, അല്ലെങ്കിൽ പഥ്യം നിർബന്ധമാണ്, അത് തെറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാകില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങൾ ഇപ്പോഴില്ലെങ്കിൽ തന്നെയും ഇതിന് മുന്നുള്ള തലമുറയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആയുർവേദത്തിൽ ഇപ്പോൾ പക്ഷേ ആ ഒരു വിഷയങ്ങളൊക്കെ അല്പം മാറി വരുന്നുണ്ട്. എങ്കിലും അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? അതായത് ആയുർവേദത്തിൽ മാത്രമല്ല, ഏതൊരു അസുഖത്തിനും പഥ്യം ഉണ്ട് എന്നുള്ളത് നിർബന്ധം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കിഡ്നി സ്റ്റോൺ ആയിട്ട് നിങ്ങളൊരു മോഡേൺ ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ തന്നെ അവർ പറയും നമ്മളോട് പാലുള്ള കാൽഷ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്, തക്കാളി കഴിക്കരുത് എന്നൊക്കെ പറയും. അപ്പോൾ അത് പഥ്യം തന്നെയാണ്. അതായത് നമ്മുടെ അസുഖം കൂടാതിരിക്കാനും നമ്മൾ ഉള്ള അസുഖത്തിന് നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു സൈഡിൽ നമ്മൾ ആ അസുഖം കൂടാനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെതായ കോൺസിക്വൻസസ് ഉണ്ടാകും. അപ്പോൾ പഥ്യം എന്നുള്ളത് എല്ലാ ചികിത്സാ രീതികളിലും, ആയുർവേദ ആണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും മോഡേണിലൊക്കെ പഥ്യം ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് കൂടുതൽ പഥ്യം പറയുന്നു എന്നുള്ളതൊരു മിഥ്യാധാരണയാണ്. എല്ലാ അസുഖങ്ങൾക്കൊന്നും നമ്മൾ പഥ്യം പറയുന്നില്ല. ഇപ്പം നോൺ വെജിറ്റേറിയൻ കഴിക്കരുത്, അതാണ് വേറൊരു മിഥ്യാധാരണ.
നമ്മുടെ ശാസ്ത്രത്തിൽ പലതരം മാംസത്തിന്റെ സൂപ്പുകൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രസായനമായിട്ട് കഴിക്കാനുള്ളതൊക്കെ. അപ്പൊ അതൊക്കെ ആൾക്കാർക്ക് അറിയാത്തൊരു അവയർനെസ്സിന്റെ ഒരു കുഴപ്പമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമുക്ക് പഥ്യമുണ്ട്, ചില അസുഖങ്ങൾക്ക് പഥ്യം നമ്മൾ പാലിച്ചേ പറ്റൂ. അല്ലെങ്കിൽ സ്കിൻ ഡിസീസിലൊക്കെ നമ്മൾ മത്സ്യം കഴിക്കരുത് എന്നൊക്കെ പറയും. മത്സ്യം കഴിച്ചാൽ അത് കൂടും. അപ്പൊ ആ ഒരു കാര്യം പേഷ്യന്റിനും അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ നന്നായി കൗൺസിൽ ചെയ്ത് പേഷ്യൻസിനോട് പറഞ്ഞ് മനസ്സിലാക്കി അവരത് ആക്സെപ്റ്റ് ചെയ്യും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ തലമുറ നേരിടുന്ന അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജനറേഷൻ നേരിടുന്ന ഒരു വലിയ പ്രശ്നം ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഒരു ബുദ്ധിമുട്ടുകളാണ്. അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തന്നെയാണ് ഇതിനൊരു പ്രധാന കാരണം. അതിനെ നമുക്ക് എങ്ങനെ തടഞ്ഞു നിർത്താം? അതിന് കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് സക്സസ് കിട്ടുന്നത് ആയുർവേദത്തിലാണ്. അത് എങ്ങനെ നമുക്ക് അതിനെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ കഴിയും? അതുപോലെ തന്നെ ഇതിനെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് നമ്മൾ ആയി തുടങ്ങി അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിച്ച് തുടങ്ങി ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളൊരവസ്ഥ എത്തുന്നത് ഏത് സാഹചര്യത്തിലാണ്? എന്താണ് ഡോക്ടർക്ക് നമ്മുടെ പ്രേക്ഷകരോട് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഡയബറ്റീസ്, പ്രമേഹ രോഗമാണ് ഏറ്റവും അധികമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റീനെ, നമ്മുടെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു അസുഖം. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് മെലൈറ്റസ് ഉള്ള അസുഖം വരുന്നത്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അസുഖമായിരിക്കാം. ചിലപ്പോൾ നമ്മൾ വളരെ അധികം നല്ല ക്ലീൻ ഫുഡ് കഴിക്കുന്ന ഒരാളായിരിക്കും, നല്ല എക്സസൈസും ഒക്കെ ചെയ്യേണ്ടതായിരിക്കും. പക്ഷേ ലിവർ ഡിസോർഡേഴ്സ് ഇതൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വരുന്ന, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ട് വരുന്നതാണ്. പക്ഷേ സ്റ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ജനറേഷനിൽ നമുക്ക് ഒരുപാട് പൊല്യൂഷൻ ഉണ്ട്. അതേപോലെ നമ്മൾ സ്ക്രീൻ ടൈം ഒരുപാട് കൂടുതലാണ്, മൊബൈൽ യൂസ് കൂടുതലാണ്, ഇലക്ട്രോണിക്സ്, അതേപോലെ അതിൻ്റെ റേഡിയേഷൻസും വേവ്സും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ കഴിഞ്ഞ ജനറേഷനെക്കാട്ടിലും കൂടുതൽ ഈ ജനറേഷൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക്കലി ആയുർവേദം നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പഞ്ചകർമ്മ ചികിത്സയിൽ സ്നേഹപാനം എന്ന് പറഞ്ഞൊരു ചികിത്സയുണ്ട്. സ്നേഹപാനം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോഡി ഡീടോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അത് മാർക്കറ്റ് ചെയ്യേണ്ടതായിട്ട് കേൾക്കാറുണ്ട്. ഡീടോക്സിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ കുറച്ച് നാൾ നമ്മൾ ഉപവാസം, നമ്മുടെ കൾച്ചറിൽ, ഇന്ത്യൻ കൾച്ചറിൽ പല ഫെസ്റ്റിവൽസിലും നമ്മൾ ഉപവാസമൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കുറച്ച് നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ എന്നും നമ്മൾ കഴിക്കുന്ന ഫുഡല്ലാതെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിച്ച് നമ്മുടെ ബോഡി തന്നെ നമ്മൾ ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഡൈജഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളും അതേപോലെ നെയ്യായിട്ടും ഓരോ അസുഖങ്ങൾക്ക് ഓരോ ചികിത്സകളാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന് പല കാര്യങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇത് വർഷത്തിലൊരിക്കലൊരു നമ്മൾ 365 ദിവസം നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് ഓടുമ്പോൾ ഒരു 15 ദിവസമോ 14 ദിവസമോ നമ്മൾ ഈ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റി വെച്ചാൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവും. പിന്നെ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോഴും പല അസുഖങ്ങളും നമുക്ക് മെനപ്പോസ്, സ്ത്രീകൾക്കാണെങ്കിൽ മെനപ്പോസ്, അതേപോലെ വാർദ്ധക്യത്തിൽ വരുന്ന എല്ല് തേയ്മാനങ്ങൾ, അങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ വർഷത്തിലൊരിക്കൽ നമ്മൾ 2 ആഴ്ച നമുക്ക് വേറെ അസുഖങ്ങൾ ഇല്ലെങ്കിൽ കൂടി നമുക്ക് ആയുർവേദം ഉപയോഗിച്ചിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ സെന്ററിന്റെ ഒരു വിജയം നമ്മളുടെ ഡോക്ടറിന്റെ ആ ഒരു കഴിവും അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് മരുന്നുകളുടെ ആ ഒരു ഇതും ക്വാളിറ്റിയുമാണ് നമ്മളുടെ ചികിത്സയുടെ വിജയം. എങ്ങനെയാണ് നമ്മുടെ രോഗികൾക്കുള്ള മരുന്നുകൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ കഷായങ്ങൾ കൊടുക്കുന്നത്, അതുപോലെ തന്നെ ബ്യൂട്ടി ക്ലിനിക്കിൻ്റെ പ്രൊഡക്ഷനൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? അതായത് നമ്മളിവിടെ ആയുർവേദത്തിലെ മരുന്നുകൾ, കുറേ മരുന്നുകളൊക്കെ നമ്മൾ പേറ്റന്റ് മെഡിസിൻസ് ഒക്കെ വാങ്ങുന്നുണ്ട്, കമ്പനികളുടെ മരുന്നുകൾ വാങ്ങുന്നുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് എപ്പോഴും 100% നമുക്കൊരു ക്വാളിറ്റിയിൽ ഒരു അവൈലബിലിറ്റി ഇല്ലാത്ത സമയത്ത് നമ്മൾ വെട്ടുമരുന്ന് ഉപയോഗിച്ചിട്ട് കഷായത്തിൻ്റെ കൂട്ടുണ്ടാക്കി നമ്മൾ പൗഡറായിട്ട് നമുക്ക് പേഷ്യൻസിന് കൊടുക്കും. നമ്മൾ അവരെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതിൽ നിന്ന് കുറച്ച് റിസൾട്ട് നന്നായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതേപോലെ നമ്മൾ കോസ്മെറ്റിക് ക്ലിനിക്കിലാണെങ്കിലും കുറേയൊക്കെ പ്രോഡക്ട്സ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ പറമ്പിൽ വളർന്ന ഓരോ ഔഷധക്കൂട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ കോസ്മെറ്റിക് ക്ലിനിക്കിൽ ഒരുവിധം ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ഒക്കെ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടുത്തെ ഒരു മെയിനായിട്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മരുന്ന് എഴുതി കൊടുത്ത് അതിൻ്റെ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ സമയത്തും അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ നമ്മളായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറേയൊക്കെ നമുക്കൊരു 100% ഒരു അഷുറൻസ് ഉണ്ട്. അതായത് അല്ലെങ്കിൽ മരുന്ന് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കത് ഊഹിക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കണ പറ്റുന്ന പോലെ. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മളുടെ ഈ പ്രോഗ്രാം കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള സുഹൃത്തുക്കൾ, അപ്പോൾ അവർ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഫെസിലിറ്റീസ്, അത് പലതും ജനങ്ങൾ പലതാണല്ലോ, അവർക്ക് പലതരത്തിലുള്ള ഫെസിലിറ്റീസ് ആവശ്യമായിട്ടുള്ളവരുണ്ടായിരിക്കും. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ഒരു ഫെസിലിറ്റീസിനെ കുറിച്ചൊന്ന് പറയും.
ആയുർവേദയിൽ നമുക്ക് താമസിച്ച് ചികിത്സ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ചികിത്സയുടെ കൂടെ തന്നെ ഭക്ഷണങ്ങളും നമ്മൾ തന്നെയാണ് പഥ്യം അനുസരിച്ചിട്ട് അസുഖത്തിൻ്റെ പഥ്യം അനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും പേഷ്യൻ്റെ ബൈസ്റ്റാൻഡറിന് വേണ്ടിയിട്ട്. പിന്നെ അധികം കുറച്ച് റെസ്റ്റൊക്കെ വേണ്ട ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ നമ്മൾ വിസിറ്റേഴ്സൊക്കെ കുറച്ച് അങ്ങനെ അവർക്ക് പൂർണ്ണമായിട്ടും ഒരു കംപ്ലീറ്റ് ഹീലിംഗ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പഞ്ചകർമ്മ റൂംസ് 3 പഞ്ചകർമ്മ റൂമുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഇപ്പോൾ OPD ലെവലിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ കൂടി ഒരേ സമയത്ത് തന്നെ അവർക്ക് രണ്ടുപേർക്കും ട്രീറ്റ്മെൻറ്റ് ഒരുമിച്ച് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് ലാസ്റ്റ് ഒരു 20 years ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള തെറാപ്പിസ്റ്റ്, മെയിൽ തെറാപ്പിസ്റ്റും ഫീമെയിൽ തെറാപ്പിസ്റ്റും ഉണ്ട്. അങ്ങനെ ബ്യൂട്ടി ക്ലിനിക്കിൻ്റെ ബ്യൂട്ടീഷ്യൻ്റെ കോഴ്സ് അതായത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളാണ് 3 പേരും. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ആയുർവേദയിൽ നമുക്ക് എല്ലാ രീതിയിലും പേഷ്യൻസിനെ ഏത് തരത്തിലുള്ള പേഷ്യൻസിനെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഹൈജീൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു വെരി മച്ച് ഡോക്ടർ ദിവ്യ. താങ്കളുടെ ഓരോ വാക്കുകളും കൃത്യമായിട്ടുള്ള അർത്ഥമുള്ള വാക്കുകളാണ്. അത് ഓരോരുത്തർക്കും നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് അവരുടെ ഒരു ജീവിതശൈലിയിൽ ഒരു മാറ്റം വരുത്തുവാൻ താങ്കളുടെ ഒരു വാക്കുകളും പ്രചോദനമാകട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ ആശംസകളും അറിയിപ്പിച്ചുകൊണ്ട് താങ്കളുടെ വിലപ്പെട്ട സമയം നമ്മുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വേണ്ടി മാറ്റിവെക്കാൻ കാണിച്ച മനസ്സിന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ദർശന TV, താങ്ക് യു വിരുന്ന്.